ഗൈസ്, ഈ നട്ടപ്പാതിരാത്രിക്ക് എന്ത് കരിയർ മോട്ടിവേഷനാണ് ഇവർ കൊടുക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട. ആക്ച്വലി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എബ്രോഡ് പോകാനിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നട്ടപ്പാതിരാത്രി നമ്മൾ പത്തനംതിട്ടയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വണ്ടിയിലല്ല പോകുന്നത്, നമ്മൾ ട്രെയിന് ബുക്ക് ചെയ്തായിരുന്നു. ട്രെയിന് ടിക്കറ്റ് കൺഫേം ആയില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിനാണ് പോകാനിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബസ് വരാൻ കുറേ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ മാളിലൊക്കെ പോയി കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്ത് എന്നിട്ടും കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ നമുക്ക് പത്തനംതിട്ടയിൽ വെച്ചിട്ട് കാണാം. അങ്ങനെ കാലത്ത് തന്നെ നേരം വെളുത്തിരിക്കുന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പത്തനംതിട്ടയിൽ വരുന്നത് കേട്ടോ. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അയ്യപ്പ ഭക്തന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ പത്തനംതിട്ട എത്തി. ഇനി നമുക്ക് കോഴഞ്ചേരിക്കാണ് പോവേണ്ടത്. അവിടെയാണ് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ വീട് വരുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ പേര് റൂബി എന്നാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നമ്മുടെ ബസ് ഇവിടെ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇനി റൂബിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചെത്തുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ റൂബിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ എലഫന്റ് മ്യൂസിയത്തിൽ മീറ്റ് ചെയ്യാന്നുള്ളത് പ്ലാൻ ആക്കിയിട്ടുണ്ട്. റൂബിയുടെ വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് റൂബിൻ്റെ അടുത്തേക്ക് പോവാം. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖം. കുറേ നേരമായി വന്നിട്ട്? കുറച്ച് നേരമായി. യാത്രയൊക്കെ എങ്ങനെ? ഓക്കെ ആയിരുന്നു. വായിരിക്കേ. ഓക്കെ. സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ റൂബി. ഇനി റൂബീൻ്റെ വിശേഷങ്ങൾ റൂബി തന്നെ ഡയറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്? എൻ്റെ പേര് റൂബി. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് BSc MLT ആയിരുന്നു. അതിനുശേഷമാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തത്. അതെനിക്ക് എബ്രോഡിലേക്ക് പോകുവാൻ വേണ്ടിയാണ്. അധികം വൈകാതെ തന്നെ ഞാൻ എബ്രോഡിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ. സോ എങ്ങനെയാണ് റൂബി ആക്ച്വലി ഇന്ത്യൻസ് ഗ്ലോബലിൻ്റെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് സുഹൈല മാമിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ആ വീഡിയോ കണ്ട ഉടനെ അതെനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടി. അപ്പോൾ ഞാൻ അന്നേരം തന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ മാമിനെ കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തത്. സോ കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് റൂബി എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഞാൻ BSc MLT കഴിഞ്ഞിട്ട് ഒരു അക്കാഡമിയിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. സോ ഓൾറെഡി ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പം ലേറ്റസ്റ്റായിട്ട് AI ഒക്കെ വന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ എബ്രോഡ് പോകുമ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, പഠിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ മാത്രം കാര്യമില്ലല്ലോ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഓക്കെ. സോ എനിക്ക് ചോദിക്കാനുള്ള മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റൂബി പറഞ്ഞു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് കുട്ടികളുടെ എൻക്വയറി ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഉഴപ്പിപ്പോവോ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ആ സമയത്ത് റൂബിയുടെ ഒരു ചിന്താഗതി എന്തായിരുന്നു? ഓൾറെഡി സത്യം പറഞ്ഞാൽ എൻ്റെ ചിന്താഗതിയും അങ്ങനെ ഒരു ടെൻഷനോട് കൂടാണ് ഞാൻ സമീപിച്ചത് നിങ്ങളെ. ക്ലാസ്സുകൾ നന്നായിട്ട് കിട്ടുമോ, അതിനേക്കാൾ ഉപരി എക്സാം ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ, ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം. അപ്പം പല കോഴ്സ് ഞാൻ ചെയ്തിട്ടും ഇടയ്ക്ക് വെച്ച് നിർത്തി. പിന്നെ ഞാൻ കോഴ്സ് ചെയ്യാതിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു മോഡ്യൂള് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു. ആദ്യമേ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്. അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റൂബി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ റൂബിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പം റൂബിക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങളെക്കുറിച്ച്? സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യമേ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നത് സുഹൈല മാമാണ്. എനിക്കറിയത്തില്ല മാം മാനേജറാണെന്നൊന്നും അറിയാതെയാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ മാം വളരെ സ്നേഹത്തോടെ എൻ്റെ കൺസേൺ എല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് വേഗം കോഴ്സ് തീർക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ മാമിനോട് ചോദിക്കുന്നത്, മാം എനിക്ക് ഈ കോഴ്സ് ഒരു 2 ആഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ മാം സന്തോഷത്തോടെ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം എന്നോട് പറഞ്ഞു ഷെറിൻ മാമിനെ കോൺടാക്റ്റ് ചെയ്യണം. ഷെറിൻ മാം എന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് ഒരു നമ്പർ തന്നിരുന്നു. മാം ഫോൺ വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഷെറിൻ മാം എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ അന്ന് തന്നെ ഡിസൈഡ് ചെയ്യുമായിരുന്നു ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെന്നുള്ളത്. ബാക്കിയുള്ള പ്രൊസീജിയറുകളെല്ലാം എളുപ്പത്തിൽ നടന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു തുടങ്ങി. ഞാനൊരു 2 വീക്സ് ആകുന്നതിന് മുന്നേ, എനിക്ക് തോന്നുന്നു ഒരു 12 ദിവസം കൊണ്ട് ഞാൻ എല്ലാ ലെസണും കംപ്ലീറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സ്കോർ ചെയ്യാനും സാധിച്ചു.
ഓക്കെ. സോ ഇപ്പം എപ്പോഴാണ് എബ്രോഡ് പോവാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്? ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്. ഏത് കൺട്രിയാണ് നോക്കുന്നത്? UAE-ലോട്ടാണ്. UAE അല്ലേ? ഓക്കെ. സോ ഇവിടുന്ന് തന്നെ എംബസി അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ. ഓക്കെ. സോ അതിൻ്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡ് ഓവർ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോബ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു ജോബ് അതെൻ്റെ പാഷനായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു സേഫായിട്ടുള്ള കരിയർ ഓപ്ഷനാണ്. നമുക്കിപ്പം നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അപ്പം നമുക്ക് എവിടെ ചെന്നാലും ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നമുക്കൊരു ജോബ് ലഭിക്കും. ഡെഫിനറ്റ്ലി. ഓക്കെ, കറക്റ്റ് അതുകൊണ്ട് ആണ്. തന്നെയാണ് ഓക്കെ. സോ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് വിചാരിക്കും ജസ്റ്റ് റിസപ്ഷനിൽ മാത്രം വർക്ക് ചെയ്താൽ മതി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ എൻട്രി വർക്ക് മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ? എന്തൊക്കെയാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്? ഞാനിതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഓഫീസ് ഓർഗനൈസേഷന്, ഡേറ്റ മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, പിന്നെ കസ്റ്റമർ സർവീസിനെ കുറിച്ച്, പ്രോജക്റ്റ് ഓർഗനൈസേഷനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചത് ഞാൻ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞതിലൂടെ. റൂബി ഇപ്പോൾ എബ്രോഡ് പോകാൻ നിൽക്കുകയല്ലേ, ദുബായ് അല്ലേ? ഓക്കെ. ആദ്യമായിട്ടാണോ പുറത്തേക്ക് പോകുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ട്. ഓക്കെ. എങ്ങനെയുണ്ട്? കോൺഫിഡൻ്റ് ആണോ? നിങ്ങൾ ജോബ് ചെയ്യാൻ പോവുകയാണ്, ആദ്യമായിട്ട് എബ്രോഡ് ജോബ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ കോൺഫിഡൻ്റ് ആണോ അതിന്? അതെ, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ആദ്യമായിട്ടൊരു ഗ്രൂമിങ് ക്ലാസ് ഉണ്ടായിരുന്നു സുഹൈല മാമിൻ്റെ. ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതോടുകൂടി ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അതോടൊപ്പം എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രത്യേകിച്ച് എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് ഒന്നാമത്തെ ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫ്ലുവൻ്റായിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല രീതിയിൽ റെസ്യൂം മേക്കിംഗ് ഒക്കെ ഇപ്പം ചെയ്യാനറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആണ്, ടെൻഷനൊന്നുമില്ല. ഓക്കെ. സോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഇനി പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആളുകളോട് എന്താണ് ആക്ച്വലി റൂബിക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ്? എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ സക്സസ് ആവണമെന്നില്ല. നമ്മളുടെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യമേ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യാൻ ഏത് സമയത്തും, ഞാനാണെങ്കിൽ അശ്വിൻ സാറിനെയൊക്കെ സാറിനറിയാം, രാത്രിയും പകലും എല്ലാം വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. സൺഡേ വരെ സാറിന് ഞാൻ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. സാർ, എനിക്ക് ഇന്നതൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും കൂടെ ആ ക്ലാസ് ഒന്ന് എടുക്കാൻ വേണ്ടി എടുത്തു തരുമോ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പം സാർ ഒരു മടിയും കൂടാതെ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സപ്പോർട്ടും തരാൻ നമ്മുടെ ഇന്ത്യൻസ് ഗ്ലോബൽ റെഡിയാണ്. അതിനോടൊപ്പം നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫ്, പ്രത്യേകിച്ച് സുഹൈല മാം ആൻഡ് ടീം നമുക്ക് ഏത് സമയത്തും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അതോടൊപ്പം നമുക്ക് നല്ല പ്ലേസ്മെൻറ്റ് ലഭിക്കുവാനും ഈ കോഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ റൂബി, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.